തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് വീണ്ടും യേശുവിന്റെ പാത എവിടത്തെങ്കിലും ഇങ്ങനെ കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനത്തിൽ ചിന്തിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. മാത്യു ചാപ്റ്റർ 6:9. നമ്മൾ അതിൻ്റെ 10-ാം വാക്യം നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതിൻ്റെ 9-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മൾ പറയും, പക്ഷെ അത് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഇറ്റ്സ് എ ഫോർമാറ്റ്, ഇറ്റ്സ് എ ഔട്ട്ലൈൻ ഓഫ് പ്രയർ. Jesus didn't want us to pray this prayer just like some kind of a chant or vain words of repetition. Some people use it for every occasion. But this is actually an outline of prayer. ഇത് പ്രാർത്ഥനയുടെ ഒരു, നമ്മൾ പറയത്തില്ലേ, കരട് രൂപം, അല്ലെങ്കിൽ സമ്മറി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ കർത്താവ് ഇതൊരു ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ തന്നിരിക്കുന്നതേ ഉള്ളൂ പ്രാർത്ഥനയെ പറ്റി. ഇന്ന് രാത്രികാലം നമ്മളത് പഠിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമല്ലോ, അപ്പം ഇത് പ്രാർത്ഥന അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ളതാണ് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത്, ഈ പ്രാർത്ഥന ഒരു മാർഗരേഖയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഔട്ട്ലൈനാണ്. അപ്പോൾ ഈ പ്രാർത്ഥന വെച്ച് നമ്മളിപ്പോൾ ഈ പ്രാർത്ഥന വായിച്ചതിന് എത്ര മിനിറ്റ് എടുത്ത് കാണും? 1 മിനിറ്റ് എടുത്ത് കാണും, അല്ല 1.5 മിനിറ്റ് എടുത്ത് കാണും. സാവകാശത്തെ വായിക്കുകയാണെങ്കിൽ 2 മിനിറ്റ്. അപ്പോൾ ഈ 2 മിനിറ്റ് പ്രാർത്ഥനയാണോ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔട്ട്ലൈനിലൂടെ നമ്മൾ കയറി ശരിക്കും ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ, ഈ പ്രാർത്ഥനയിലൂടെ, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ബേസായി വെച്ചുകൊണ്ട്, ഈ പ്രാർത്ഥനയെ ഒരു അടിസ്ഥാനമായി വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതാൽ മണിക്കൂർ ഒന്ന് പോകുന്ന അറിയത്തില്ല. അതിലേക്ക് ഞാൻ ഔട്ട്ലൈനിലേക്ക് ഞാൻ പിന്നീട് വരാം. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളട്ടെ. ഇപ്പൊ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പിതാവേ. 2-ാം ദിവസം നമ്മൾ കണ്ടു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചല്ലോ, the first 3 petitions of this prayer, it concerns God. And only after that comes the 3 petitions which concerns man. So, in a prayer we should always worship God, look to God, give priority to God. When we give priority to God, God will take care of our needs. That's the model we see in the Lord's Prayer. Amen. It's a very beautiful prayer. I love teaching prayer. I love learning about prayer. എത്ര പഠിച്ചാലും പ്രാർത്ഥനയെ പറ്റി വീണ്ടും ഓരോ കാര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഇത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നേരത്തെ ചിന്തിക്കാത്തതും നേരത്തെ
ഇതുവരെ പഠിപ്പിക്കാഞ്ഞതുമായ പല കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാനും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് 10ാമത്തെ വാക്യം വായിക്കാം. പ്രാർത്ഥനയുടെ 2ാമത്തെ പെറ്റീഷൻ. യുവർ കിങ്ഡം കം, യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവരാജ്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ദൈവരാജ്യം. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയ ആദ്യത്തെ വാക്കുകൾ എന്തായിരുന്നു? മർക്കോസിന്റെ സുവിശേഷം ആണല്ലോ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 14. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. Now after John had been taken into custody, Jesus came into Galilee, preaching the gospel of God and saying, the time is fulfilled and the kingdom of God is at hand. Amen. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പിന്നെ പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സോ റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കിങ്ഡം ഓഫ് ഗോഡ് വാസ് എ സെൻട്രൽ മെസ്സേജ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു വന്ന് തുടങ്ങിയ ആദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് എന്നിൽ വിശ്വസിക്കൂ, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാമെന്നുള്ള മെസ്സേജ് അല്ലായിരുന്നു യേശു പറഞ്ഞു. നിങ്ങൾ മാനസാന്തരപ്പെടുക, കർത്താവിൽ വിശ്വസിക്കുക, റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ, സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കും. ഇതായിരുന്നു യേശുവിൻ്റെ ആദ്യത്തെ മെസ്സേജ്. യേശു എവിടെയും പ്രസംഗിച്ച അത് തന്നെയാണ്. ആമേൻ. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആദ്യം മാത്രമല്ല താൻ അടുത്ത് പറയുന്നുണ്ട്, ശിഷ്യന്മാർ അല്ലെങ്കിൽ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, യേശു നീ എവിടെ ആയിരുന്നു, ഞങ്ങളിതിനെ ഒത്തിരി തിരക്കി. യേശു പറയുന്നുണ്ട്, ഞാൻ ഇനി മറ്റ് പട്ടണങ്ങളിലും മറ്റ് ഗ്രാമങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ദൈവരാജ്യത്തെ പ്രസംഗിക്കേണ്ടതല്ലയോ? സോ ഹിസ് പ്രൈമറി പർപ്പസ് വാസ് ടു പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആമേൻ. He went to every city, he went through every city preaching and showing the goodness of the kingdom of God. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം, ലൂക്കോസ് 8:1. അനന്തരം ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷം കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. Soon afterwards he began going around from one city and village to another, proclaiming and preaching the kingdom of God. The one and only message was the kingdom of God. യേശുവിൻ്റെ മെസ്സേജ് ഇതായിരുന്നു, ദൈവരാജ്യം. അപ്പോൾ നമ്മൾ മുമ്പേ വായിച്ച ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, യേശു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കും. ദൈവരാജ്യത്തെപ്പറ്റി 3 രീതിയിൽ യേശു പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന്, കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ പാസ്റ്റ്, കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ പ്രസന്റ് ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ ഫ്യൂച്ചർ. കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ദൈവരാജ്യം എവിടെ എന്ന് ചോദിച്ചപ്പോൾ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു, നിന്റെ രാജ്യം വരണമേ. അതെങ്ങനെ നോക്കുന്ന ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്ക് കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ പാസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 13:28 പറയുന്നു, ലൂക്ക് 13:28, അവിടെ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അപ്പോൾ അവിടെ പറയുന്ന അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പ്രവാചകന്മാർ കാണിച്ചിട്ട് പറഞ്ഞ അവർ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, ഒരു ദൈവരാജ്യത്തിൽ പാസ്റ്റ് മരിച്ചുപോയ കടന്നുപോയ വിശുദ്ധന്മാരെ പറ്റി കർത്താവ് പറയാണ്, അവർ ദേ ആർ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ പാസ്റ്റ്. പിന്നെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. സോ ദാറ്റ് ഇസ് കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദ പ്രസന്റ്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചത് എന്താ? ഈ വാക്യം എന്താ പറയുന്നത്? നിന്റെ രാജ്യം വരണമേ,
ദൈവരാജ്യം. ഹൗ ക്യാൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ബി പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ? ആമേൻ. പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ഇനി വരുവാനുള്ളതുമായ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവരാജ്യം. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? നമുക്ക് ഈ വാക്യം തന്നെ നമുക്കൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഈ വാക്യത്തിനകത്ത് പറയുന്നത് എന്താണ്? നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ദൈവരാജ്യം കാണത്തക്കോണം അല്ല വരുന്നത്. ദൈവരാജ്യത്തെപ്പറ്റി തന്നെ ഞാൻ അതെടുക്കണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ജസ്റ്റ് ദൈവരാജ്യം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എൻ്റെ ചെറിയ സമയത്തിനുള്ളിൽ ഞാനൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ് പറ്റുന്നതെന്ന് ചോദിച്ചാൽ, എബ്രായ ഭാഷയിൽ ദൈവവചനം എഴുതുമ്പോൾ പലയിടങ്ങളിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്, ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത സെൻറ്റൻസ് അതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. സങ്കീർത്തനങ്ങളിൽ, മോസ്റ്റ്ലി സങ്കീർത്തനങ്ങളിൽ നമുക്ക് ഒത്തിരി കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, യഹോവ എൻ്റെ ഇടയനാകുന്നു, അടുത്ത പറഞ്ഞിരിക്കുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എന്തുകൊണ്ട്? യഹോവ എൻ്റെ ഇടയനാകും. 46 സങ്കീർത്തനം 1 വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. രണ്ടാമത്തെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരാ? ദൈവം എൻ്റെ സങ്കേതവും ബലവുമായതുകൊണ്ട് എൻ്റെ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു വാക്യം, ഒരു ഫ്രേസ് മറ്റേ ഫ്രേസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്ന ഫ്രേസ് ആദ്യത്തെ ഫ്രേസിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്നു. അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് ദൈവവചനത്തിൽ പല വാക്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ 2-3 വാക്യങ്ങളല്ല, ഒത്തിരി വാക്യങ്ങളുണ്ട്. സോ ആ പ്രിൻസിപ്പിൾ നമുക്ക് ഈ വാക്യത്തിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? ഞാൻ മുമ്പേ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ദൈവരാജ്യം എന്താണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് നോക്കാം. ഈ 2 പദങ്ങളും അല്ലെങ്കിൽ 2 ഫ്രേസസും, ലെറ്റ് us put it side by side. Okay, what it is? Your kingdom come, your will be done on earth as it is in heaven. Kingdom of God, God's will. So what is the kingdom of God? Kingdom of God is God's will. I hope you understood that. ഞാൻ ഉച്ചോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. So the second line of the petition explains and amplifies the first line. അല്ലേ? So we then have the perfect definition of the kingdom of God. What it is? The kingdom of God is a group of people or a society upon earth where God's will is perfectly done as it is in heaven. നമ്മൾ ഈ 2 പദപ്രയോഗങ്ങളൊന്ന് അടുപ്പിച്ച് വെച്ച് പഠിക്കുമ്പോൾ, അതായത് രണ്ടാമത്തെ പദവും ആദ്യത്തെ പദവും, രണ്ടാമത്തെ പദം ആദ്യത്തെ പദത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. അങ്ങനെ നമുക്കൊന്ന് പഠിക്കാമെന്ന് ചിന്തിക്കുക. അപ്പോൾ ദൈവരാജ്യം നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുന്ന ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ഈ 2 കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയാകുന്നു അതുപോലെ ഭൂമിയിൽ ആക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതാണ് ദൈവരാജ്യം. Any man who at any time in history perfectly did God's will was within the kingdom of God. പണ്ട് പുറമോട്ട് നോക്കിയാലും ദൈവരാജ്യത്തെ ദൈവഹിതപ്രകാരം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ച ദൈവഹിതം ചെയ്തൊരു വ്യക്തി എവിടെയാ? ദൈവരാജ്യത്തിലാണ്. ആമേൻ. ഇപ്പോൾ any man who perfectly does God's will is within the kingdom of God. ആമേൻ. പക്ഷെ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഒത്തിരി കാര്യങ്ങളും ദൈവഹിതത്തിനുള്ളിലല്ല, അല്ലേ? Amen. It's far from being this world is far from being a place where God's will is not perfectly and universally done. Right? So that's why we need to pray, Lord, let your kingdom come. There is a final consummation of the kingdom of God, and that's still in the future, and that still we need to pray for. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ ഹിതം
പരിപൂർണമായി നിവർത്തിക്കുന്നത് അവിടെ എന്തുകൊണ്ട്? ദൈവരാജ്യമുണ്ട്. ഞാനാണ് ആ ദൈവത്തിൻ്റെ ഹിതം എന്നിൽ പൂർണ്ണമായി നിറവേറിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നതെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലാണ്. ഒരു സഭയിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നടക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് അവർ. പണ്ട് ജീവിച്ച ഭക്തന്മാർ, ദൈവഹിതപ്രകാരം ജീവിച്ചവർ, അവർ ആരാണ്? അവർ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം, ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അവരാണ് ദൈവരാജ്യത്തിൻ്റെ വക്താക്കൾ. അവിടെയാണ് ദൈവരാജ്യം. അതിപ്പോൾ ഒരു ഭവനമാകാം, ഒരു സഭയാകാം, ഒരു സമൂഹമാകാം. പക്ഷേ നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നിന്റെ രാജ്യം വരണമേ. ഒരു ദിവസം ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ സ്വർഗത്തിൽ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകും. പൂർണ്ണമായ ദൈവരാജ്യത്തിൻ്റെ ഒരു കൺസ്യൂമേഷൻ്റെ ഒരു ദിവസമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത ദൈവമക്കളെല്ലാവരും ഒന്നിച്ച് ദൈവരാജ്യത്തിൽ ദൈവത്തോടൊന്നിച്ച് യേശുവിനോടൊന്നിച്ച് നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. പക്ഷെ അതുവരെ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ലെറ്റ് യുവർ കിങ്ഡം കം. വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്? ദ കിങ്ഡം ഓഫ് ഗാഡ് is a place where God's will is done. Amen. To be in the kingdom of God is to obey the will of God. Immediately നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പേ ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം. കിങ്ഡം ഓഫ് ഗോഡ് it's not a country which has got borders and security force and land and property and things like that. രാജ്യം അല്ലെങ്കിൽ കിങ്ഡം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഇത് അതിർത്തികളുള്ള, പോലീസുള്ള, പട്ടാളമുള്ള ഒരു രാജ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. It has nothing to do with that. It is something which has to do with each one of us. നമ്മളിൽ ഓരോരുത്തരിലും പ്രകടമാകുന്ന ദൈവരാജ്യം. The kingdom of God is the most personal thing of this world. The kingdom of God demands submission of my will, my heart, my life. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ശിരസ് കുനിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവഹിതത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൽ നാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് വ്യക്തിപരമാണ് ആദ്യം. ആമേൻ. It demands my will, my heart, my life. It is only when each one of us makes that personal decision and submission, the kingdom will come. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് കർത്താവേ നിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, എൻ്റെ ഇതമൊന്നും വേണ്ട പ്രിയനെ, അല്ലേ, നിന്റെ ഇഷ്ടം മാത്രം മതി. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതിലേക്ക് നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കാം. അപ്പോൾ to pray for the kingdom of God, to pray for the kingdom of heaven is to pray that we may submit our wills entirely to the will of God. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആ വാക്യം നമ്മൾ ചേർത്ത് വെച്ച് രണ്ട് പദങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ നടക്കുന്ന സ്ഥലം, നടക്കുന്ന വ്യക്തി, സ്വർഗത്തിലെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി, ചെയ്യുന്ന കുടുംബം, ചെയ്യുന്ന സഭ, അവിടെ ദൈവരാജ്യമാണ്. ആമേൻ. To pray for the kingdom of heaven is to pray that we might submit our wills entirely to the will of God. നമ്മുടെ ഇഷ്ടം സമ്പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ്. ആമേൻ. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതനുസരിക്കുക. പക്ഷെ നമ്മൾ പറയുമല്ലോ, നമ്മൾ പലപ്പോഴും ദൈവ ഇഷ്ടം നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് it depends on our attitude also. We can say, oh Lord, thy will be done. അല്ലേ? നമുക്ക് കിട്ടാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് നടക്കാത്തൊരു കാര്യം വരുമ്പോൾ നമ്മൾ പറയും നിന്റെ ഇഷ്ടം നടക്കട്ടെ. അതുവരെ നമ്മൾ പറയും എൻ്റെ ഇഷ്ടം വേണം, എൻ്റെ ഇഷ്ടം വേണം. എല്ലാം പരാജയപ്പെടുമ്പോൾ നമ്മൾ പറയും ദൈവ ഇഷ്ടം നടക്കട്ടെ. അല്ലെങ്കിൽ ഇനി ഒരു രക്ഷയില്ലെന്ന് കാണുമ്പോൾ നമ്മൾ പറയും ദൈവ ഇഷ്ടം നടക്കട്ടെ.
ഈ ദൈവേഷ്ടം നടക്കട്ടെ, അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈ വിൽ ബി ഡൺ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ്സ് a person in the church, in the kingdom of God can make. It is one of the most important statement a person in the kingdom of God should make. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയും ഓർക്കുവാനും പ്രാർത്ഥിക്കാനുള്ള കാര്യം അതാ, കർത്താവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. കർത്താവേ, ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ പലതാണ്, എൻ്റെ തീരുമാനങ്ങൾ പലതാണ്, എൻ്റെ പ്ലാനുകൾ പലതാണ്. പക്ഷെങ്കിൽ ഞാൻ നിന്റെ ഹിതത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടെയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രസക്തി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി അവിടെയാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രസൻസ് അവിടെയാണ്. അത് ഏത് വ്യക്തി പറയുന്നു, ഏത് കുടുംബം പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ദൈ വിൽ ബി ഡൺ. ചിലർ പറയുന്നത് അത് ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, അതിന് ആ എന്ത് ആറ്റിറ്റ്യൂഡോടു കൂടിയാണ്, എന്ത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ നിന്റെ ഇഷ്ടം നടക്കട്ടെ, ദേഷ്യത്തോടെ, വേദനയോടെ, ഒന്നും നടക്കുന്നില്ല, എല്ലായിടത്തും എല്ലാം തോറ്റു, എന്നാൽ ഇനി ദൈവേഷ്ടം നടക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. There are people who says thy will be done in a tone of defeated resignation. He may say it not because he wishes to say it, but because he has accepted the fact that God is too strong for him and that it is useless to batter his head against the walls of the universe. Some people say, ചിലർ പറയുന്നത് thy will be done, okay, there is no other way, so okay, God, let your will be done. That is some people's attitude. Because he thinks that he cannot do anything else, so okay, because Bible says I will do it. ചില ആൾക്കാർ അങ്ങനെ, ചില ആൾക്കാർ ദൈവമില്ലാത്ത ചില ആൾക്കാർ. There are some I read in a commentary about certain people who are atheists. When they were about to die, they clenched their fist in anger and rage against God. ദൈവത്തെ ചീത്ത വിളിച്ച്, ദൈവത്തോട് മുഷ്ടി ചുരുട്ടി പല്ല് കടിച്ച് മരിക്കുന്ന ദൈവമില്ലാത്ത ആൾക്കാരെ പറ്റി ഞാൻ ഇവിടെ എടുത്ത് വായിക്കുകയുണ്ടായി. അവരൊടിയിൽ സമ്മതിക്കും, ദേഷ്യത്തോടെ നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതാണ്. അടുത്തത്, മൂന്നാമതായിട്ട് ഒരു കൂട്ടരുണ്ട്. ഒരു ദൈവത്തിൽ പറയും ദൈ വിൽ ബി ഡൺ, നിന്റെ ഇഷ്ടം നടക്കട്ടെ കർത്താവേ. ദൈവത്തോടുള്ള സ്നേഹത്തിലും ആശ്രയത്തിലും സന്തോഷത്തോടുകൂടെ ഒരു വ്യക്തി പറയും, കർത്താവേ, എന്തു വന്നാലും എൻ്റെ ഇഷ്ടം നടക്കണ്ട, നിന്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. It should be easy for Christians to say thy will be done because he can be sure of two things. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം പിതാവേ നിന്റെ ഇഷ്ടം നടന്നാൽ മതി എന്ന് സന്തോഷത്തോടെ പറയാൻ ഇടയായി തീരണം. അതിന് രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത്തെ കാരണം, he can be sure about the wisdom of God. നമുക്കറിയാം, നമ്മുടെ കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കേടായിരിക്കട്ടെ. ഉദാഹരണത്തിന് ഈ കീബോർഡ് കേടായി. അപ്പോൾ ഞാനൊരു ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്ത് ഇത് റിപ്പയർ ചെയ്യുന്ന ആളുടെ അടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ പുള്ളി ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ മദർ ബോർഡിന് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കപ്പാസിറ്ററിൻ്റെ കുഴപ്പമുണ്ട്, ഇതിൻ്റെ വോളിയം കൺട്രോളിൻ്റെ അതിൻ്റെ കപ്പാസിറ്റർ അടിച്ചുപോയി, റെസിസ്റ്റർ അടിച്ചുപോയി. ഞാൻ പറയും വെൽ you do what you think it's best. You are the expert. നമ്മൾ കാർ നന്നാക്കാനായിട്ട് പോകുമ്പം നമ്മുടെ കാർ എന്തോ കേടാണ്, നമുക്കറിയത്തില്ല എന്താ. അപ്പോൾ അയാൾ ഇതെല്ലാം നോക്കിയിട്ട് പറയും, അതിൻ്റെ റേഡിയേറ്ററിന് അവിടെ നിന്ന് ലീക്കുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എൻജിൻ്റെ ഇന്ന വാൽവിന് ഇന്ന പ്രോബ്ലം ഉണ്ട്. നമ്മൾ പറയും, സാറേ എനിക്കതൊന്നും അറിയത്തില്ല, നിങ്ങളാണ് എക്സ്പേർട്ട്, അതുകൊണ്ട് വേണ്ടത് നിങ്ങൾ ചെയ്യും, നിങ്ങൾ ബെസ്റ്റായിട്ട് ചെയ്യണം എന്നെനിക്കറിയാം, എനിക്ക് നിങ്ങൾ നന്നാക്കി തരുമെന്ന് എനിക്കറിയാം, നല്ല ഉറപ്പുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴുണ്ടാകുന്നത്. The same way God, the expert of life in every area, His guidance can never lead astray. നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ we are telling that Lord, when we say gladly, let your will be done. When things are going wrong, just as we took this keyboard or the car which was faulty to a mechanic, and we say that you know what is best, you are the expert. Why? Because we don't know. In the same way, God is the expert. God is the expert of our life. And when we take our problems to God, we can always say that, God, thy will be done. Because you are the expert of my life. You are the beginning and the end.
You know my beginning, you know my end. And nothing can catch you by surprise. So I surrender myself to you, Lord. It's not my will, thy will be done. I don't know what's going to happen after an hour. I don't know what's going to happen after half an hour. I don't know what's going to happen in next second. I don't know whether I'll be alive in the next minute or not. But God knows. So, for as a Christian, it is very easy to say, Lord, you're the expert, thy will be done. ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും, പിതാവേ, എനിക്കൊന്നും അറിയത്തില്ല, നീ സകലം അറിയുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെ, എൻ്റെ തലമുറകളെ, എൻ്റെ ശരീരത്തെ, എൻ്റെ രോഗത്തെ ഞാൻ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എൻ്റെ ഒരു വണ്ടിയുടെ കേട് തീർക്കാൻ ഒരു മെക്കാനിക്കിന് കഴിയുമെങ്കിൽ എൻ്റെ ശരീരത്തെ ഉണ്ടാക്കിയ, എൻ്റെ ആത്മാവിനെ, പ്രാണനെയും ദേഹത്തെയും ഇതുവരെ പരിപാലിച്ച, എൻ്റെ ആത്മാവിനെയും ദേഹത്തെയും ദേഹിയെയും ഇതുവരെ പരിപാലിച്ച ഈ നല്ലവനായ ദൈവത്തിന്, ഈ സൃഷ്ടിച്ചവനായ ദൈവത്തിന്, ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിന്, എൻ്റെ മൂക്കിൽ ശ്വാസമൂതിയ ദൈവത്തിന്, എൻ്റെ ആരംഭവും അവസാനവും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് തീരാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, യു ആർ ദി എക്സ്പേർട്ട്, യു ഡു വാട്ട് ഇസ് ബെസ്റ്റ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത്ര പ്രാർത്ഥിച്ചിട്ടും പല കണക്കൂട്ടുകളും പാളിപ്പോയല്ലോ, പല ചിന്തകളും മാറിപ്പോയല്ലോ. ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ടും കണ്ണുനീര് മാത്രമേ ഉള്ളല്ലോ. പക്ഷെ ഞാനിതാ എന്നെ തന്നെ ഞാൻ ഒന്നുകൂടെ സമർപ്പിക്കുന്നു. ദ കിങ്ഡം ഓഫ് ഗാഡ് ഇസ് ദ വിൽ ഓഫ് ഗാഡ്. ദ വിൽ ഓഫ് ഗാഡ് ഇസ്, ആമേൻ. അതിനെപ്പറ്റി നമ്മൾ വീണ്ടും പറയും. പക്ഷെ ദൈവരാജ്യം എവിടെയുണ്ടോ അത് ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായി നിറവേറപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കർത്താവെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെങ്കിൽ ഞാൻ എന്നെ തന്നെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ബിക്കോസ് യു ആർ ദി എക്സ്പേർട്ട്, ബിക്കോസ് യു നോ വാട്ട് ഇസ് ബെസ്റ്റ്. നിനക്ക് ഏറ്റവും നല്ലത് എന്താണെന്നുള്ളത് നിനക്കറിയാം. ഐ ഡോണ്ട് നോ what is going to happen next minute. I don't know whether I'll be alive tomorrow morning. I don't know whether I will get through this night. But I know you are the expert of life. കർത്താവേ, നീയാണ് ജീവിതത്തിൻ്റെ എല്ലാം അറിയുന്നവൻ. എൻ്റെ ആരംഭവും അവസാനവും അറിയുന്നവൻ നീയാണ്. എന്നെ സൃഷ്ടിച്ചവൻ നീയാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ നീയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെ മാറ്റാൻ കഴിയുന്ന നീയാണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷത്തോടെ നെഞ്ചത്തെ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും, ലോർഡ്, thy will be done. ആമേൻ. എത്ര പേരത് വിശ്വസിക്കും? ഹല്ലേലൂയ. അടുത്തത്, we can be sure of, when we say thy will be done, we can be sure of the second thing. We can be sure of a loving God. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന, ആമേൻ, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു നല്ല കർത്താവിനെ, അവൻ്റെ ആ സ്നേഹത്തിൽ നമുക്ക് ഉറയ്ക്കാനായിട്ട് സാധിക്കും. സോ റോമാലേഖനം 8:32, റോമൻസ് ചാപ്റ്റർ 8:32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? He who did not spare his own son, but delivered him over for us all, how will he not also with him freely give us all things? Amen. ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ഗോഡ്സ് വിസ്ഡം. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ ഓമനകുമാരനായി യേശു കർത്താവിനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, ഇത്രമാത്രം എന്നെ സ്നേഹിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി സകലവും നൽകാതിരിക്കുമോ? എന്നെ കരുതാതിരിക്കുമോ? എന്നെ നോക്കാതിരിക്കുമോ? എന്നെ വിടുവിക്കാതിരിക്കുമോ? എന്നെ കൈവിടുമോ? ഒരിക്കലുമില്ല. No man can look at the cross and doubt the love of God. ക്രൂശിലേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കാൻ ഒരു വ്യക്തിക്കും പറ്റുകയില്ല. ആമേൻ. ഹല്ലേലൂയ. When we are sure of the love of God, we can easily say, thy will be done. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും ദൈവത്തിൻ്റെ പരമാധികാരത്തെയും ദൈവത്തിന് നമ്മളോടുള്ള ആ മഹാസ്നേഹത്തെ പറ്റിയും നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ കൈ ഉയർത്തി പറയാം, കർത്താവേ, നിന്റെ ഇഷ്ടം മതി, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട. ആ പാട്ടുകാരൻ പറയുന്നത് പോലെ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട. ഹല്ലേലൂയ. We can boldly say that because God knows our future, because He made us, He created us, He loves us, that He gave His Son to die for us on the cross.
We can never doubt when we look at the cross. We can never doubt God's love for you and for me. It doesn't depend on how much money we give. It doesn't depend on how smart we are. It doesn't depend on how good looking I am or not. It doesn't depend on how rich or poor I am. It doesn't depend on our age. God loves us. God loves you. Amen. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് വേറൊരു സബ്ജക്റ്റാണ്. അത് മത്തായി സുവിശേഷം നമ്മൾ ഈ ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ അവസാനത്തെ സമയങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവസാനത്തെ അധ്യായങ്ങൾ, 7-ാം അധ്യായമാണ്. ഞാൻ ഈ അവസാനം എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് നിങ്ങൾ തോന്നരുത്. അവസാനം എന്ന് പറയുമ്പോൾ അടുത്ത അധ്യായം, 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, ആമേൻ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. Not who say, Lord, Lord, but those who do the will of the Father shall enter into the kingdom of heaven. 1 യോഹന്നാൻ 2:17 പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവഹിതം ചെയ്യുന്നവൻ, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും. So it's very important to understand the will of God, to surrender our lives to the will of God, because those who do the will of God will live forever. It's very important that we surrender our lives today to the will. നമ്മളെ തന്നെ ദൈവങ്ങളിൽ ഒന്ന് സമർപ്പിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.